ഇത് മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ 25 വയസ്സിന് താഴെയുള്ള കുറച്ച് 19 തൊട്ട് പ്രായമുള്ള ഒരു 4-5 കുട്ടികളെന്ന് പറയാം തൽക്കാലം, ആൺപിള്ളേർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആരുമില്ലാത്ത ഒരു വീട്ടിൽ കയറി മോഷണം നടത്തിയെന്ന് വെച്ചാൽ അവർ പകൽ എപ്പോഴോ കയറിയിട്ട് സാധന സാമഗ്രികളെല്ലാം പെറുക്കി കെട്ടി വെച്ചിട്ട് രാത്രിയായപ്പോൾ വണ്ടി കൊണ്ടുവന്ന് എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോയി വിറ്റു. അപ്പം ഈ വീട്ടുകാരെ എവിടെയോ താൽക്കാലികമായിട്ട് പോയേക്കുമായിരുന്നു. അവർ തിരിച്ചു വന്നപ്പം ഈ വീടൊക്കെ ഓട് പൊളിച്ചേക്കുന്നത്, വീടിൻ്റെ വാതിലിനൊക്കെ പ്രശ്നങ്ങളായിട്ട് കണ്ടപ്പോൾ അവർ പറഞ്ഞു 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും പിടിച്ചു. അപ്പം ചിലരൊക്കെ ഇതിനു മുമ്പും ഇങ്ങനത്തെ നല്ല പ്രവർത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ളവരാണ്, കുൽസിത പ്രവർത്തികൾ എന്നൊക്കെ പറയുന്ന പോലെ. ഇത്തരം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. അപ്പം ഞാനോർക്ക് ഈ 19 വയസ്സേ, ഇതുങ്ങൾക്കൊക്കെ ഇന്നത്തെ കാലത്തെ ഒരു ജോലി എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ഒരു ജോലി എന്ന് പറയുന്നത് വളരെ എളുപ്പം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ സെയിൽസിൽ പോയാൽ കഷ്ടപ്പാടുണ്ട് ചെറിയ, എല്ലാ ദിവസവും ഒന്നും എല്ലാ കടകളിലും ഭയങ്കര തിരക്കൊന്നുണ്ട്. സെയിൽസിന് അല്ലെങ്കിൽ ഈ ഡെലിവറി ബോയ്സിന് എന്തെല്ലാം ഇത് കിടക്കുന്നു. അപ്പം വളരെ നിസ്സാരമായിട്ട് ഇങ്ങനെ മോഷണം. അപ്പം അവർക്കറിയാം, ഒരു പ്രാവശ്യമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം ഇവരുടെ രീതികളിൽ നിന്ന് ഓരോരുത്തരും എങ്ങനെയായാലും ആ പോലീസുകാരെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കള്ളന്മാരെ പിടിച്ചിരിക്കും. അല്ലെങ്കിൽ അതുപോലൊക്കെ ഉള്ള കോണ്ടാക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നാൾ രക്ഷപ്പെടാം, അല്ലെങ്കിൽ അപ്പം തന്നെ അവരെങ്ങനെയെങ്കിലും പിടിക്കുമെന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ്. ഒന്നാമത് ഈ ക്യാമറ, പിന്നെ ഈ മൊബൈലിൻ്റെ നെറ്റ്വർക്ക്, അവരുടെ ഹെൽപ്പ്, അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും പെട്ടെന്നാണ്. പിന്നെ ഇവർ വിചാരിക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലിയൊന്നും ചെയ്യണ്ട, ഇല്ല നേരെ ജയിലിലേക്ക് പോവാം, അവിടെ ഫുഡുണ്ട്, ആരുടെ ശല്യമില്ല, സമാധാനമായിട്ട് ജീവിക്കുക. ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നും എനിക്കറിയില്ല. എന്ത് കാരണം കൊണ്ട് ഈ മോഷണത്തിലൂടെ പണം സമ്പാദിക്കാം എന്ന് കരുതുന്നു എന്നല്ല. ഓരോരുത്തരെ കൊന്നിട്ടാണ് മോഷണം നടത്തുന്നത്. ഇവർ വിചാരിക്കില്ല ഈ കൊല്ലുന്നതും തെറ്റാണ്, ഇതിൻ്റെ എല്ലാത്തിനും കൂടി ശിക്ഷ വരും. ഈ ഒരു മോഷണം നടത്തിയിട്ട് എത്ര ദിവസം സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും? ആ മോഷണം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ട് ടെൻഷനല്ലേ, മാനസിക സമ്മർദ്ദമായിരിക്കും. അപ്പോൾ മുതൽ മാനസിക സമ്മർദ്ദമാണ്, ടെൻഷൻ്റെ പുറത്ത് ടെൻഷനായിട്ടാണ്. ഈ ടെൻഷനെ അടിച്ച് ഈ മോഷണം നടത്തി അതെവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റ് അല്ലേ, അത് പിന്നെ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങൾ നാട്ടുകാരും ബന്ധുക്കളും അറിയുമ്പം പിന്നെ വീട്ടിലോട്ട് പോകാൻ പറ്റുമോ? എല്ലാവരും അകന്നു പോകും. ഇതെല്ലാം അറിയാം എങ്കിലും ചെയ്യണം. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് കുഞ്ഞിലേ ഉണ്ടാകുന്ന കുറേ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നൊക്കെയോ കുഞ്ഞിലെ അവർക്ക് കുറേ കാര്യങ്ങൾ അവർ ആർജിച്ചെടുത്തു. ഒന്നുമില്ലെങ്കിൽ അവർ കുഞ്ഞിലെ ഇങ്ങനത്തുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വീട്ടുകാരും അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സപ്പോർട്ടായിരിക്കും ചെയ്തിട്ടുള്ളത് അല്ലേ. അടുത്ത വീടിൻ്റെ വാതിൽക്ക് അവർ തേങ്ങ ഇട്ട് കൂട്ടി വെച്ച് അതിനകത്തുനിന്നൊരു തേങ്ങ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഇതെന്തെവിടുന്നു എന്ന് ചോദിക്കാതെ അതെടുത്ത് കാര്യം കാണുക. അല്ലെങ്കിൽ എവിടുന്ന് ഇത് കിട്ടി, അത് ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നേ, ചോദിച്ചോ, ഇല്ല, എനിക്കത് ചോദിക്കാതെ തിരിച്ചു കൊണ്ട് കൊടുക്ക്, അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വീട്ടുകാരായിരിക്കില്ലായിരിക്കാം. ചിലർക്ക് പറഞ്ഞു കൊടുക്കുന്നവരും കാണും. ഇതിലൊന്നും നമുക്ക് കൂടുതൽ ഇതൊക്കെ ഓരോ കുട്ടികളുടെയും കുഞ്ഞിലെ മുതൽ അവരുടെ മനസ്സിൽ പതിഞ്ഞ പല കാര്യങ്ങളിലൂടെയാണ് ഈ മാനസികമായിട്ട് ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തായാലും അത്രയും കുട്ടികളുടെയും ഭാവി എന്തായാലും മുന്നോട്ട് കണക്കാണ്. മോഷണം എന്ന് പറയുമ്പോൾ അത് അത്ര ഒരു നീചമായൊരു കാര്യം തന്നെയാണല്ലോ. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഈ 19 വയസ്സെന്നൊക്കെ കാണുമ്പോൾ എനിക്കങ്ങ് സങ്കടമാണ് ഈ കുട്ടികളുടെയൊക്കെ. അതിൻ്റെ കൂടി ഇതുങ്ങളുടെയൊക്കെ രൂപം കാണണം. കുറേ മുടിയൊക്കെ അങ്ങോട്ട് വളർത്തി അങ്ങോട്ട് ഞാനെപ്പോഴും ചിന്തിക്കും ഈ പിള്ളേരൊക്കെ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ വളർത്തി കുറേ അവിടെ ഇവിടെയൊക്കെ കളറൊക്കെ ചെയ്ത് എന്തൊക്കെയോ രൂപത്തിൽ ഈ കുറേ കാണുമ്പോൾ തന്നെ ഒരു റോഡ് ലുക്ക് തോന്നുന്ന തരത്തിലുള്ള
ഒക്കെ ധരിച്ച് ഒക്കെ ഇങ്ങനെ നടന്നൊക്കെ പോകുന്നത് വരുന്നതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇതുങ്ങൾക്ക് തോന്നുന്നുണ്ടാവുമോ ഇതൊരു ഫാഷനാണെന്ന്, അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറേ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ ഇതിൽ ആകൃഷ്ടരാകും എന്നൊക്കെ ഇവർക്ക് തോന്നുന്നത് കൊണ്ടാണോ ഈ ഒരു ലുക്കിൽ നടക്കുന്നത്? അത് ഈ സിനിമയുടെ എന്താ പറയുക, ഒരു സ്വാധീനം മൂലമാണോ ഇവരിങ്ങനെയൊക്കെ? എന്ത് കൊണ്ടാണെന്നറിയത്തില്ല. എന്തായാലും ഇങ്ങനെ നമുക്ക് കാണുമ്പം തന്നെ ഇവനാൾ ശരിയല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ലുക്കിലാണ് ഇപ്പോഴത്തെ മിക്ക ആൺപിള്ളേരും നടക്കുന്നത്. പിന്നെ ലഹരിയുടെ പിടിയിൽ ആയിപ്പോയത് കൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പം ഈ കുട്ടികളൊക്കെ ഈ മോഷണം നടത്തിയിട്ട് എല്ലാം ലഹരിക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. ഇത് വിറ്റ് കിട്ടുന്നത് മൊത്തം ലഹരിക്ക് വേണ്ടിയിട്ട് ചിലവാക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ആയിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഈ ഇത്രയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ കാര്യമൊക്കെ ചെയ്ത് അല്ലേ, എല്ലാം അറിയാവുന്നവർ. ലഹരി എന്ന് പറയുമ്പോൾ അതാണല്ലോ ലഹരി എല്ലാത്തിലും ഒരു ലഹരിയാണ്. പക്ഷേ ഞാൻ പഠിക്കുന്നതിലാണ് എൻ്റെ ലഹരി എന്ന് കണ്ടുപിടിക്കുന്ന എത്ര മനുഷ്യരുണ്ട്. എനിക്കൊരു ജോലി, എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം, എൻ്റെ വീട്ടുകാരെ നോക്കുന്നത്, ഇതൊക്കെ ഒരു ലഹരിയാണെന്ന് തിരിച്ചറിയാൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ. അങ്ങനെ ചിന്തിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ. എനിക്ക് അത്രയാണ് ഇതൊക്കെ കണ്ടപ്പോൾ പറയുവാനായിട്ട് തോന്നിയത്. എല്ലാം ലഹരിയാണല്ലോ അല്ലേ, ലഹരിയുടെ പുറത്ത് ലഹരി എന്ന് പറയുന്നത്. പക്ഷേ ആരും ആ ലഹരി കൊണ്ട് അധിക നാളും സന്തോഷമായിട്ട് ഇരിക്കില്ല എന്ന് മനസ്സിലാക്കുന്നില്ല എന്നതാണ് വലിയൊരു സത്യം. ശരിയല്ലേ?